بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد സൂറത്തു ലുഖ്മാൻ 20-21 എന്നീ രണ്ട് വചനങ്ങൾ, പേജ് നമ്പർ 413. ഈ രണ്ട് ആയത്തുകളാണ് നമുക്ക് ഇന്ന് പുതിയ പാഠമായി പാരായണം ചെയ്യാനുള്ളത്. ഈ ആയത്തുകളിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. അലം തറൗ അന്നല്ലാഹ, അലം തറൗ, എല്ലാ അക്ഷരങ്ങളും ഇസ്തിഫാലിൻ്റെ തർക്കീഖ് ചെയ്ത് നേർപ്പിച്ചുച്ചരിക്കേണ്ടവയാണ്. അലം എന്നതിലെ സാക്കിന മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. തറൗ എന്ന് പറയുമ്പോൾ റായിന് തഫ്ഖീം കൊടുക്കണം. റായിന് മാത്രമാണ് ഇവിടെ തഫ്ഖീം വരുന്നത്. അലം തറൗ, റായിനെ തടിപ്പിച്ച് ഉച്ചരിക്കുക. അന്നല്ലാഹ, നൂൻ മുഷദ്ദദ, ഷദ്ദുള്ള നൂനിനെ മണിക്കുക. അള്ളാഹ് എന്ന ഇസ്മുൽ ജലാല, ഇതിലെ ലാമിനും അതിൻ്റെ ആ ദീർഘത്തിനും തഫ്ഖീം നിലനിർത്തിക്കൊണ്ട് തടിപ്പിച്ചുച്ചരിക്കുക. അന്നല്ലാഹ, അന്നല്ലാഹ സഖറ ലക്കും. ഖാ റാ ഇവ രണ്ടും തഫ്ഖീം ചെയ്യേണ്ട, തടിപ്പിക്കേണ്ട അക്ഷരങ്ങളാണ്. ഖാ ഇസ്തിഅലാൻ്റെ ഹർഫാണ്. റാ അടിസ്ഥാനമായി തഫ്ഖീമിൻ്റെ അക്ഷരമാണ്. സഖറ ലക്കും മാ ഫിസ് സമാവാതി, ലക്കും സാക്കിന മീം ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് ഇദ്ഗാം ഷഫവി ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി വഅസ്ബഗ അലൈക്കും. വമാ ഫിൽ അർദി, റാ ദ്വാദ് ഇവ രണ്ടും തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങളാണ്. ദ്വാദിന് കസ്റ ആയതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീമാണ്. ഇവ അല്ലാത്ത മറ്റക്ഷരങ്ങൾക്കൊക്കെ തർക്കീം. മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി വഅസ്ബഗ ഗൈനിന് തഫ്ഖീം കൊടുക്കുക, തടിപ്പിച്ചു ചെയ്യിക്കുക. ഇസ്തിഅലാൻ്റെ ഹർഫാണ്. അലൈക്കും നിഅമഹു, അലൈക്കും സാക്കിന മീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കണം. നിഅമഹു, നിഅമഹു ളാഹിറതൻ വബാതിന. നിഅമഹു എന്നതിലെ ഹൗ ളമീർ മദ്ദുസ്സില സുഗ്റ നൽകി രണ്ട് ഹറക്കത്തിൻ്റെ അളവിൽ തബീഇയ ദീർഘം നൽകേണ്ടതാണ്. ളാഹിറതൻ, ഇസ്തിഅലാൻ്റെ ഹർഫായ ളാഇനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം തടിപ്പിക്കുക. ളാഹിറതൻ, റായിനും തഫ്ഖീം കൊടുത്ത് തടിപ്പിക്കുക. ളാഹിറതൻ വ, തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി വാവിലേക്ക് ഭാഗികമായി ലയിപ്പിച്ച് മണിക്കുക. ബാതിന, ത്വാഇന് കസ്റ് കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക. വബാതിനതൻ വമിന, ചേർത്തോതുകയാണെങ്കിൽ വഖഫ് ചെയ്യലാണ് ഉത്തമം. ചേർത്തോതുകയാണെങ്കിൽ തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി വാവിൽ ഭാഗികമായി ലയിപ്പിച്ച് മണിക്കുക. വഖഫ് ചെയ്യുമ്പോൾ താഇന് അഥവാ ഹാ തഅനീസ്, ഇതിന് ഹാഇൻ്റെ ശബ്ദം കൊടുക്കണം. വബാതിന എന്ന്. വമിനന്നാസി, ഷദ്ദുള്ള നൂനിനെ മണിക്കണം, നൂൻ മുഷദ്ദദ. മൻ യുജാദിലു, സാക്കിന നൂൻ ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി യാഇൽ ഭാഗികമായി ലയിപ്പിച്ച് മണിക്കുക. മൻ യുജാദിലു ഫില്ലാഹി, എല്ലാം തർക്കീഖിൻ്റെ അക്ഷരങ്ങളാണ്, നേർപ്പിച്ചാണ് ഉച്ചരിക്കേണ്ടത്. ബിഗൈരി, ഇവിടെ ഗൈനിന് തഫ്ഖീം കൊടുക്കുക, തടിപ്പിക്കുക. ബിഗൈരി ഇൽമിൻ വലാ ഹുദൻ വലാ, ഇൽമിൻ തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് വാവിൽ ലയിപ്പിച്ച് മണിക്കുക. അതേപോലെ ഹുദൻ വല, അവിടെയും ഇദ്ഗാം ബിഗുന്ന ചെയ്തുകൊണ്ട്
മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ബിഗൈരി ഇൽമിൻ വലാ ഹുദൻ വലാ വലാ കിതാബിൻ മുനീർ. ഇവിടെ കിതാബിൻ എന്നതിലെ തൻവീനിനെ മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് പഠിക്കണം. ഇത് ബിഗുന്ന കാമിൽ. കിതാബിൻ മുനീർ. റായിന് നേരിയ ശബ്ദം കൊടുത്ത് തർക്കീഖ് ചെയ്ത് ഉച്ചരിക്കേണ്ടതാണ്. റായിന് വഖഫ് ചെയ്യുമ്പോൾ സുക്കൂൻ വരുന്നു. തൊട്ട് മുമ്പിൽ സാക്കിനായ യാഉമുണ്ട് എന്നതാണ് കാരണം. وإذا قيل لهم اتبعوا وإذا قيل ഖാഫിന് കുറഞ്ഞ തഫ്ഖീമാണ് കസ്റായതുകൊണ്ട്. وإذا قيل لهم اتبعوا ലഹും ഇത്തബിഉ ഇൽത്തിഖാഉ സാക്കിനൈന് വേണ്ടി പരിഹാരത്തിന് വേണ്ടി മീമിൻ്റെ സുക്കൂൻ ദമ്മാക്കി ഹറക്കത്ത് കൊടുത്തുകൊണ്ട് ലഹുമുത്തബിഉ എന്ന് ഉച്ചരിക്കുന്നു. وإذا قيل لهم اتبعوا ما أنزل الله ما ഇതിലുള്ള ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. അൻസല സാക്കിനായ നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അൻസല അല്ലാഹു. അല്ലാഹു എന്ന ഇസ്മുൽ ജലാല തഫ്ഖീം ചെയ്തുകൊണ്ട് ലാമിനെയും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനെയും ഉച്ചരിക്കുക. ഖാലു. ഇവിടെ ഖാലു എന്ന് പറയുമ്പോൾ ഖാഫിനും അലിഫിനും തഫ്ഖീമാണ്, തടിപ്പിച്ച് ഉച്ചരിക്കുക. ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്. ഖാലു ബൽ നത്തബിഉ. ബൽ നത്തബിഉ ലാമിനെ ഇൽഹാർ ചെയ്യണം, ശ്രദ്ധിച്ചോതുക. ബൽ നത്തബിഉ എന്നായി പറഞ്ഞത്. ബൽ നത്തബിഉ മാ വജദ്ന. വജദ്ന ദാലിന് സുക്കൂനാണ്, ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിച്ച് വ്യക്തമാക്കുക. മാ വജദ്ന അലൈഹി ആബാഅന. ആബാഅന ഇതിലെ ദീർഘം മദ് മുത്തസിൽ വാജിബ്. ആബാ എന്നതിലെ ആ ദീർഘം അലിഫ് മദ് മുത്തസിൽ വാജിബാണ്. നിർബന്ധമായും 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കണം. എന്നാൽ ചേർത്തോതുകയാണെങ്കിൽ മദ് മുൻഫസിൽ ജായിസ് അന്ത്യത്തിൽ ഉള്ള അലിഫിലും വരുന്നതാണ്. അപ്പോൾ ആബാഅന അവലൗ കാന എന്നാണ് ചേർത്തോതുക. അവിടെ മുൻഫസിൽ വരുന്നു, ദീർഘിപ്പിക്കുകയോ അല്ലാതെയോ ഓതാം. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമായ മുൻഫസിൽ. വഖഫ് ചെയ്യുമ്പോൾ തബീഇയായ 2 ഹറക്കത്തിൻ്റെ അളവിലുള്ള ദീർഘം മാത്രം നൽകുക. ആബാഅന അവലൗ കാന അശ്ശൈത്വാനു. അവലൗ കാന അശ്ശൈത്വാനു ത്വാഇനും അലിഫിനും തഫ്ഖീം കൊടുത്തുകൊണ്ട് ഉച്ചരിക്കണം. ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്, അതിൻ്റെ ദീർഘമാണ് അലിഫ്. അപ്പോൾ തഫ്ഖീം അലിഫിലും നിലനിർത്തുക. അശ്ശൈത്വാനു ത്വാ മുത്ബഖായ ശദീദായ കടുപ്പമുള്ള അക്ഷരമാണ്. യദ്ഊഹും ദാലിന് ഖൽഖല സുഗ്റ നൽകി ഹറക്കത്ത് പോലെ ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കുക സുക്കൂനിനെ. യദ്ഊഹും ഇല സാക്കിന മീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കുക. യദ്ഊഹും ഇലാ അദാബിസ്സഈർ. അസ്സഈർ എന്ന് പറയുമ്പോൾ റായിന് തർക്കീഖ് കൊടുത്ത് നേർപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. റായിൽ വഖഫ് ചെയ്യുമ്പോൾ സുക്കൂൻ വരുന്നു, തൊട്ട് മുമ്പിൽ സാക്കിനായ യാവുമുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും.
أعوذ بالله من الشيطان الرجيم. ألم تروا أن الله سخر لكم ما في السماوات وما في الأرض وأسبغ عليكم نعمه ظاهرة وباطنة، ومن الناس من يجادل في الله بغير علم ولا هدى ولا كتاب منير. وإذا قيل لهم اتبعوا ما أنزل الله قالوا بل نتبع ما وجدنا عليه آباءنا أولو كان الشيطان يدعوهم إلى عذاب السعير.